क्लास मनुष्यता कविता का दूसरा भाग सुनिए। क्षुधा तुरिंदी देवी ने दिया करस्त थालु भी, तथा दीची ने दिया परात अस्ति चालु भी। उशीनर्षिदीशी ने सोमांस दानु भी किया, सहर्ष वीर कर्णि ने शरीर चर्म भी दिया। अनित्य देह के लिए अनादि जीव क्या डरे, वही मनुष्य है कि जो मनुष्य के लिए मरे। क्षुधार्थ, क्षुधार्थ का अर्थ क्या है? भूख से पीड़ित, विशप कोंड वलഞ്ഞ। रंतिदेव, रंतिदेव एक परम दानी राजा था। करस्त, हाथ में रखा हुआ। दधीचि, वह ऋषि जिसने देवासुर संग्राम में, देवासुर युद्ध में अपने शरीर की हड्डियां दान में दे दी गई। परार्थ, दूसरों के हित में। अस्थिजान, हड्डियों का ढांचा। उशीनर, उशीनर गांधार देश का राजा। क्षितिश, क्षितिश का अर्थ है राजा। सोमांस, अपने शरीर का मांस। सहर्ष, खुशी से। चर्म, चमड़ा। अनित्य, मरणशील, जो हमेशा नहीं रहती, इसका अर्थ है नश्वर। देह, शरीर। अनादि जीव, सनातन काल से चला आ रहा प्राणी, अमर प्राणी। यहाँ मैथिली शरण गुप्त जी कहता है कि राजा रंतिदेव ने भूख से व्याकुल होते हुए भी अपना भोजन का थाल घर पर आए भिक्षु को सौंप दिया। വളരെയധികം ക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന ആ അവസരത്തിൽ രാജാ ദന്തിദേവിന് അതികഠിനമായ വിശപ്പുണ്ടായിരുന്നിട്ടും ഒരുപാട് ദിവസമായി പട്ടിണി ഇരിക്കുമായിരുന്ന രാജാവിന് എങ്ങു നിന്നോ തൻ്റെ അനുചരന്മാർ ഒരു പ്ലേറ്റ് ഭക്ഷണം കൊണ്ടു കൊടുത്തു. പക്ഷേ അദ്ദേഹം ഭിക്ഷ യാചിച്ചു വന്ന ഭിക്ഷുവിനത് നൽകുകയുണ്ടായി. ദധീചി ഋഷിനെ ജനകല്യാൺ ഹേതു अपनी हड्डियां दान में दे दी. തന്നെ അഭയം പ്രാപിച്ചു വന്ന ദേവന്മാർക്ക് വേണ്ടി സ്വയം ആത്മാഹുതി ചെയ്ത് തന്റെ അസ്ഥികൾ ദാനമായിട്ട് കൊടുക്കാൻ ആര് തയ്യാറായി? ദധീചി മഹർഷി തയ്യാറായി. उशीनर राजा शिबी ने कबूतर की प्राण रक्षा के लिए अपने शरीर का मांस दे दिया. उशीनर राजा शिबി, शिबി മഹാരാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രാവും പരുന്തും അഗ്നിയും ഇന്ദ്രനും അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം പകുത്തു നൽകി പ്രാവിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച शिबി മഹാരാജാവിന്റെ ദാനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. वीर कर्णि ने किसी ब्राह्मण की मांगने पर अपने शरीर का कवच तक उतार कर दे दिया. കുന്തി ദേവിയുടെയും സൂര്യദേവന്റെയും മകനായി പിറന്ന കർണന് ജന്മത്തിൽ തന്നെ ജനിച്ച മാത്രത്തിന് കവച കുണ്ടലങ്ങൾ രക്ഷയായിട്ട് കിട്ടിയിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ രഹസ്യമെന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ തന്റെ മകനായ അർജുനനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവസാന സമയത്ത് കർണന്റെ ദാനവീരതയെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നപ്പോൾ സ്വയം മരണം ഉറപ്പിച്ചുകൊണ്ട് തന്നെ, സ്വന്തം ജീവൻ വെടിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം കാലിൽ കിടന്ന കുണ്ടലവും കവചവും അറുത്ത് കൊടുക്കാൻ അദ്ദേഹം തയ്യാറായി. ദാനത്തിന്റെ ഉത്തമ ഉദാഹരണമായി ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ വീരകർണൻ കഴിഞ്ഞു. ഭല ഇസ് നശ്വർ ശരീർ കെ ലിയേ യഹ് അമർ ജീവ് ക്യോം ഡരെ. ഈ ഉദാഹരണങ്ങളിലൂടെ എല്ലാം നമ്മൾ കണ്ടു ഈ വീരന്മാരുടെ സാഹസികത. ഇവരെ ആരും ഭയക്കുന്നില്ല, സ്വന്തം ജീവന് വേണ്ടി വിലപേശുന്നില്ല. ഇവരെല്ലാവരും സ്വന്തം ജീവൻ വെടിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ദാനം ചെയ്യാൻ തയ്യാറായി. അർത്ഥാത് ജബ് ആത്മാ അമർ ഹോ തോ
फिर इस नश्वर शरीर की नष्ट होने से क्या भय? ആത്മാവ് എന്നത് അമരമാണെന്ന് അമരത്വമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ നശ്വരമായ ശരീരത്തെ കുറിച്ച് നമ്മൾ എന്തിനാണ് വിലപിക്കുന്നത്? സच्चा मनुष्य तो वही है जो संपूर्ण मनुष्य जाति के लिए जीता है और मरता है. चौथा നാലാമത്തെ പോയം देखिए. सहानुभूति चाहिए महाविभूति है वही, वशीकृता सदैव है बनी हुई स्वयं मही. विरुद्धवाद बुद्ध का दया प्रवाह में बहा, विनीत लोक वर्ग ज्ञान सामने झुका रहा. आहा वही उदार है परोपकार जो करे, वही मनुष्य है कि जो मनुष्य के लिए मरे. एवं सहानुभूति का अर्थ क्या है? दूसरों के दुख को अनुभव करना, करुणा दिखलाना. महाविभूति महान पूंजी, वशीकृता वश में की हुई, सदैव सदा हमेशा. मही, यहाँ मही का अर्थ है भूमि धरती. विरुद्धवाद विरोध में चलने वाली बातें. दया प्रवाह दया का प्रवाह, तीव्र प्रभाव, दया का तीव्र दयയുടെ അനുസ്യൂതമായ പ്രവാഹം ഒഴുക്ക്. ബഹന नष्ट हुआ दूर हुआ. विनीत विनय के कारण झुका हुआ मीन्स विनम्र. लोक वर्ग लोगों के विभिन्न वर्ग. परोपकार दूसरों की भलाई करने वाला परोपकार. एक मैथिली शरण गुप्त जी कहते हैं कि मनुष्य के मन में सहानुभूति की भावना होनी चाहिए. दूसरों के दुख को देखकर मन में करुणा जागनी चाहिए. एक सहानुभूति मनुष्य की सबसे बड़ी पूंजी है. മറ്റുള്ളവരോട് തന്റെ സഹജീവികളോട് കാരുണ്യത്തിന്റെ ഭാവം, സഹാനുഭൂതിയുടെ ഭാവം കാണിക്കൂ. ക്രിസ്തു എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. മറ്റുള്ളവരെ ബുദ്ധനും നമുക്ക് അത് തന്നെയാണ് പറഞ്ഞത്, നബിയും നമുക്ക് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ മതങ്ങളും നമ്മളെ ഉദ്ഘോഷിക്കുന്നത് ഒരു കാര്യം തന്നെയാണ്, തന്റെ സഹജീവികളോട് തന്റെ സഹോദരങ്ങളോട് കാരുണ്യമുള്ളവനായിരിക്കുവിൻ. ये सहानुभूति मनुष्य की सबसे बड़ी पूंजी है. इस गुण के कारण सारी धरती मनुष्य के वश में ही हो जा रही है. ഇങ്ങനെയാവുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുന്നവർ ആകുമ്പോൾ ഈ സമൂഹം മുഴുവൻ നമ്മുടെ അടുത്തേക്ക് വരും. बुद्ध ने अपने कार्य से दया का जो प्रवाह बहाया, उसके कारण उनका सारा विरोध समाप्त हो गया. ബുദ്ധൻ എന്താ പറഞ്ഞ? അഹിംസ പരമോ ധർമ്മ. ഒന്നിനെയും ഉപദ്രവിക്കുക, ഒന്നിനെയും കൊല്ലാതിരിക്കുക. എല്ലാവർക്കും പ്രാണൻ നൽകിയത് ആരാണ്? ആ ഈശ്വരനാണ്. നമ്മളെ എല്ലാം സൃഷ്ടിച്ച ഈശ്വരൻ ഒന്നാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക, അതാണ് തൃഷ്ണയല്ലയോ ജീവ ദുരിതങ്ങൾക്ക് ആഹാരം, അഷ്ടമാർഗങ്ങളല്ലോ ശാന്തി മാർഗം. ആഗ്രഹങ്ങളാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? हालांकि उन्होंने अपने समय की सारी परंपराओं का जबरदस्त विरोध किया था, किंतु उनकी करुणा को देखते हुए समाज के सभी वर्गों के लोग उनके सामने झुक गए, विनीत बन गए. ഗാന്ധിജിയെ നോക്കൂ, നബിയെ നോക്കൂ, എല്ലാവരെയും എല്ലാവരും, ഝാൻസി കി റാണി ലക്ഷ്മിബായി, മദർ തെരേസ, എല്ലാവരെയും നോക്കൂ. വിനയത്തിന്റെ ഭാവം നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. सच यही है कि मनुष्य दूसरों का भला करता है, वही सच्चा उदार मनुष्य है. മറ്റുള്ളവരോട് നന്മ ചെയ്യുന്നവരാണ് ശരിക്കും പറഞ്ഞ ഉദാര മനുഷ്യ എന്ന് പറയുന്നത്. सच्चा मनुष्य वही है जो मनुष्यता के काम आता है, सबके लिए मरता है और जीतता है. समझा? पांचवे, देखो न भूल के कभी मदांध तुच्छ वित्त में, सनाथ जान आपको करो न गर्व चित्त में. अनाथ कौन है यहाँ त्रिलोकनाथ साथ है,
दयालु दीन बंधु के बड़े विशाल हाथ है, अतीव भाग्यहीन है अधीर भाव जो करे, वही मनुष्य है कि जो मनुष्य के लिए मरे। मदांत का अर्थ क्या है? घमंड के नशे में चूर होना। മതാന്തരാകുക കേട്ടിട്ടില്ലേ? അഹങ്കാരം കൊണ്ട് മതോന്മത്തരാകുക. തുച്ഛ് തോട അല്പം. വിത്ത് ധൻ വിത്തമെന്നിന് മർത്യർക്ക് വിദ്യ കൈവശമാകിൽ കേട്ടിട്ടില്ലേ? സനാഥ് അപ്പനെ സ്വാമിക സാത്തു ഹോന തന്റെ സ്വാമിയോട് ചേർന്ന് നിൽക്കുക. ഗർവ് ഗർവ് का अर्थ है घमंड അഹങ്കാരം. ചിത്ത് ഹൃദയ ദിൽ. അനാഥ ബേസഹാര നാഥനിൽ ജിസ്ക മാലിക് ന ഹോ നാഥനില്ലാത്തവൻ സഹായിക്കാൻ ആരുമില്ലാത്തവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനാഥരെന്ന് പറയുന്നത്. ത്രിലോകിനാഥ് तीन लोगों के स्वामी ഭഗവാൻ സംസാർ കാ രക്ഷക മൂന്ന് ലോകത്തിന്റെയും അധിപൻ ആരാണ്? ഭഗവാൻ. ദീനബന്ധു ദീനോ കാ രക്ഷക. विशाल हाथ बहुत आर्थिक शक्ति होना. अतीव अत्यधिक. भाग्यहीन बदकिस्मत ഭാഗ്യമില്ലാത്തവൻ. അധീര ഭാവ धैर्य न रखना. धन की प्राप्ति बहुत बड़ी उपलब्धि नहीं है. നാം എല്ലാവരും വിചാരിക്കും കുറെ പണം നമ്മൾ സമ്പാദിച്ചു കൂട്ടിയാൽ എല്ലാ തരത്തിലും നമ്മൾ വലിയവരായി എന്ന്. ലേക്കിൻ धन की प्राप्ति बहुत बड़ी उपलब्धि नहीं है. वो तुच्छ उपलब्धि है. ശരിക്കും പണം വേണം, लेकिन तुच्छ उपलब्धि है. इस पर कभी भूलकर भी घमंड मत करना. ഒരിക്കലും നാം നമ്മുടെ പണം കണ്ട് അഹങ്കരിക്കാൻ പാടില്ല. धन के बल पर या सांसारिक दृष्टि से स्वयं को सुरक्षित अनुभव करके अपने मन में अभिमान न करना. കഴിഞ്ഞ പ്രളയത്തിൽ നമ്മൾ എല്ലാവരും കണ്ടു, നമ്മുടെ പണമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ വീടോ ഒന്നും നമ്മളെ രക്ഷിച്ചില്ല. നമ്മളെല്ലാവരും ഒരേ സമന്മാരാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അല്ലേ? അപ്പം ധന്യന്റെ ഉപലബ്ധി എന്ന് പറയുന്നത് അതൊരു മികച്ച നേട്ടമായിട്ട് കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതോർത്ത് അഭിമാനിക്കാൻ പറ്റുമോ? ഇല്ല. എന്നാ सोचना कि तुम तो सनाथ हो. धन या परिवार जन तुम्हारे नाथ है जो तुम्हारी रक्षा कर लेंगे. सोच कर देखो इस संसार में कोई अनाथ नहीं है. ഈ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ലോകത്തിൽ ആരെങ്കിലും അനാഥരായിട്ട് ജന്മം കൊള്ളുന്നുണ്ടോ? ആരെങ്കിലും നാഥനില്ലാത്തവനായിട്ടുണ്ടോ? सबके ही सिर पर भगवान त्रिलोकनाथ का साया है. എല്ലാവരെയും ഈശ്വരൻ എപ്പോഴും തന്റെ കൃപാകടാക്ഷം ചൊരിയുകയാണ്. वो ईश्वर दीनों का गरीबों का सहारा है, दयालु है. ആ ഈശ്വരൻ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെയും വളരെ ഏറ്റവും താണ നിലയിൽ കഴിയുന്നവരുടെയും എല്ലാം മേൽ കൃപ ചൊരിയുന്നവൻ ആണ്. ഉസ്കി ശക്തി ബഹുത് അധിക് ഹേ. അതിന്റെ ശക്തി എന്ന് പറയുന്നതോ നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ അപ്പുറമാണ്. वो सबकी सुरक्षा और सहारा देता है. അദ്ദേഹം എല്ലാവരെയും സുരക്ഷിതമായി തന്റെ കരങ്ങളിൽ ചേർത്തു നിർത്തുന്നു. अतः जो भी मनुष्य अपने मन में अधीरता रखता है वह बहुत अभागा है. ഈശ്വര ചിന്തയില്ലാതെ ഈശ്വരൻ തന്നെ രക്ഷിക്കത്തില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഭാഗ്യദോഷി എന്ന് പറയുന്നു. സच्चा मनुष्य तो वही है जो दूसरे मनुष्यों के काम आता है, उनके लिए जीता और मरता है. മനുഷ്യരുടെ രണ്ടാമത്തെ ഭാഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെ ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ നന്ദി.